Hello, welcome back to yet another episode of Some Silly Sharings. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ ഇതുവരെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇൻ ബ്രൂണൈ ചെയ്തിട്ടില്ല. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ബട്ട് സൺഡേസ് ആർ ക്വൈറ്റ് ഹാപ്പനിങ് ഫോർ ദിസ്. ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സ്ഥലത്തൊക്കെ പോകാറുണ്ട്. സോ ഐ തോട്ട് ഓഫ് വൈ കാണ്ട് ഐ ഷെയർ സം സില്ലി യെറ്റ് exciting things of mine. ഇതൊരു സൺഡേ ആണ്, 24th November 2024. We are heading for a kutti drive and after that for breakfast. Sun kissing moment. Guys, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇസ്താനിൻ്റെ മുന്നിലൂടെയാണ് പോകുന്നത്. നമ്മുടെ പാലസിൻ്റെ മുന്നിലൂടെ രാവിലെ എണീച്ച് വരുന്നതിൻ്റെ ഒരു ഗുണം ഇതാണ് ഗൈസ്. ഈ നോക്കി കഴിഞ്ഞാൽ ഇത് ഇസ്താൻ റോഡാണ്. രാവിലെ ഷിഫ്റ്റ് ചെയ്താൽ പൂനെയിൽ ഇസ്താൻ റോഡിലൂടെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പാലസ്. പാലസിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റ് ഡേ ആൻഡ് ശിൽപ ഇസ് ദ വൺ ഡ്രൈവിംഗ് us to ബ്രേക്ക്ഫാസ്റ്റ്. ഇവർക്ക് ഒരു F1 കാർ കൂടെ തരുന്നെങ്കിൽ രാജേൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചാൽ ഇസ്താനിൻ്റെ മുന്നോട്ടാണ് പോകുന്നത്. ശിൽപ്പാൻ്റെ പാസ് പോകുന്നുണ്ട്. വീഡിയോ അത്ര ക്ലിയർ ആയിട്ടില്ല. പിന്നെ ഇവിടെ മറ്റേ ഇതെല്ലാം ഉണ്ട്, സ്പീഡിൻ്റെ ഇതെല്ലാം ഉണ്ട്. ശിൽപ്പയും ഇസ്താനിയും ഇതാ ഒരേ ക്യാമറക്കുള്ളിൽ. ശിൽപ്പ ഇതാ ഇസ്താനിയുടെ മുന്നിലൂടെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാസ്റ്റസ്റ്റ് ലൈൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പോകുന്നതിന് മുന്നേ ഒരു കുട്ടി ഡ്രൈവിന് പോയത് ഇസ്താന റോഡിൽ കൂടിയാണ്. ഈ ഇസ്താന റോഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രൂണൈ സുൽത്താൻ്റെ പാലസ് ഉള്ളത് ഈ ഒരു റോഡിലാണ്. പാലസിൻ്റെ അകത്തേക്കൊന്നും കാണാൻ പറ്റില്ല, ബട്ട് അതിൻ്റെ ഒരു എൻട്രൻസും ആ ഒരു വലിയ ഗേറ്റും അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പോകുന്ന ആ ഒരു റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓൾസോ പാലസിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു ഡോമൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ തന്നെ കുറേ കാലമായിട്ട് ബ്രിഡ്ജ് ഉള്ളതുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്ന പോലെ ഇസ്താന എന്ന് വന്നു പോകുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഹെഡ് ചെയ്യുന്ന രാജയിലേക്കാണ് ടു have our breakfast. കുറച്ച് നേരത്തെ എണീറ്റതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. ഇന്ന് ഡ്രൈവ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ റെസ്റ്റോറൻറ്റിലെത്തിയതും അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പോയത് മാർക്കറ്റിലേക്കാണ്. അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. എന്താ വാങ്ങേണ്ടതെന്ന് നമുക്ക് നോക്കണം. മീനാണോ? ഇതാണ് കേട്ടോ അവിടുത്തെ മാർക്കറ്റ്. ബസാർ കേട്ടോ, വെറ്റ് മാർക്കറ്റാണ്. സമയം 8:35. നമ്മൾ തേങ്ങ വാങ്ങുന്നതാണ്. തേങ്ങ പാക്കറ്റിലാക്കിയിട്ട് നമുക്ക് കിട്ടും ഗ്രേറ്റഡ് ആയിട്ട്. ഇതാണ് ഒരു ഗ്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷീൻ. നമ്മൾ തേങ്ങ വാങ്ങിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ താഴെയാണ് ഫിഷ് ഉണ്ടായത്. ഇവിടെ മുകളിൽ ഇങ്ങനെ ലോക്കൽ മാർക്കറ്റാണ്. എന്നിട്ട് ഇവിടെ ഉണ്ടായ സാധനങ്ങളൊക്കെ ഇവിടെ നോക്കും. നമ്മൾ ബീഫും അയിലൊക്കെ വാങ്ങിച്ചു. ഫുള്ള് കണ്ട ഗ്രീൻ വെജീസ് കിട്ടുന്നൊരു നമ്മളെ ഫേവറേറ്റ് ഷോപ്പാണ്. പക്ഷെ ഇന്ന് നമുക്ക് ഇവിടെ നിന്നൊന്നും വാങ്ങാനില്ല എക്സെപ്റ്റ് ഫോർ ഗാർലിക്. ഗാർലിക് വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ വെജീസ് വാങ്ങിച്ചു ഗൈസ്. ഫിഷും വാങ്ങിച്ചു. ഇതാണ് താഴത്തെ ഫിഷ് മാർക്കറ്റ് എന്ന് അറിയില്ല. ഇത് ഫുള്ളുണ്ടോ കുറേ ഉണ്ട്, അങ്ങോട്ടേക്കൊക്കെ ഉണ്ട്. അപ്പോൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. റിംബ ഗാർഡൻ എന്നൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കുറച്ച് ചെടികൾ വെച്ചിട്ട് ഇവിടുന്ന് സെല്ല് ചെയ്യുന്നതാണ് ആൾക്കാർ. കണ്ടില്ല, ഇവിടെ കുറേ ലീഫി പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ മറ്റേ സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ. വെജീസൊക്കെ ഇല്ലേ നമ്മൾ കിച്ചൺ സൈഡിൽ കണ്ടത്. അപ്പോൾ ജി പ്ലാന്റ്സും സ്നേക്ക് പ്ലാന്റ്സ്, ചെമ്പരത്തി, യൂഫോബിയ, ചൂല്, കരിവേപ്പില, കാക്ടസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇട്ട് നോക്കാം. പിന്നെ ലെമൺ അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ വളമുണ്ട്, മണ്ണും അതൊക്കെ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. റബ്ബർ പ്ലാന്റ്സ്, പിന്നെ ബോഗൻ വില്ലാസ്. ഇത് എന്തേലും പറയുന്നത് ബോൺസായി ഉണ്ട്. ഇവിടെ ഫുൾ അങ്ങനത്തെ ചെടികളാണ്. ഇവിടെയൊക്കെ ലീഫി പ്ലാന്റ്സ് ആണ്.
ഞങ്ങളെപ്പോഴും ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങല് ഗൈസ്. പിന്നെ ഇപ്പം നമ്മൾ വാങ്ങുന്നില്ല, കുറേ ചെടികളായിട്ടുണ്ട് ഓൾറെഡി. ഇതൊക്കെ നന്നായിട്ട് വളരുന്നുമുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ചെടികളൊന്നും വാങ്ങുന്നില്ല. നമുക്ക് ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഇരുന്ന് ഇവിടുന്ന് സെല്ല് ചെയ്യും. രാവിലെ തന്നെ കുറേ ആൾക്കാർ ഫിഷ് മാർക്കറ്റിൽ പോയി വരുന്ന ആൾക്കാരും അല്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് പ്ലാന്റ്സ് ഒക്കെ വാങ്ങാറുണ്ട്. അതാണ് ഫിഷ് മാർക്കറ്റ്. കുഞ്ഞു ചെടികളുണ്ട്, എല്ലാ കൈൻഡ്സ് ഓഫ് ചെടികളും ഉണ്ട്. ഇങ്ങനെ ഓരോ റോ ആയിട്ടാണ് ഇവർ വെച്ചേക്കുന്നത്. ചില ചെടികളൊക്കെ ചെറിയ പൈസക്ക് കിട്ടും. മറ്റേ ഷോ അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ ഭയങ്കര പൈസയുമാണ്. അല്ലാത്തതും ഉണ്ട് കേട്ടോ. കുഞ്ഞത് വാങ്ങിച്ച് വലുതാക്കിയാൽ മതി. ഇതേത് കണ്ടില്ലേ, കുഞ്ഞ് ഇങ്ങനത്തെ പ്ലാന്റ്സ് ആണ്. ക്യൂട്ടായിട്ടുള്ള കാക്ടസ് ഒക്കെ ഉണ്ട്. ഇവർ വാങ്ങുകയാണ് ഇങ്ങനെ. അടിപൊളി. അവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഫുള്ളി ബോഗിൻവില്ലൊക്കെ ആയിട്ട് ഞങ്ങളിന്ന് വീഡിയോ എടുക്കാൻ അങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമില്ല. പിന്നെ ഇവിടെ വരെ വന്നതുകൊണ്ട് ഇവിടെ തിരക്കൊന്നുമില്ല ഇന്ന്. അതുകൊണ്ട് എന്ത് സ്റ്റിക്കർ? ആ ഓക്കെ. ഇതൊക്കെ ചെടിക്ക് കുത്തി കൊടുക്കുന്ന വടികളാണ്. വാഴ പിസാങ് മധു. ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം ഞാൻ. മഞ്ഞാമ്പൽ ഇത് നമ്മളെടുത്തുണ്ട്. ഒന്ന് ചെറിയ മുട്ട ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇത് വലുതാണ്. ഞാൻ ബോൺസായില്ല നേരത്തെ കണ്ട. കരിവേപ്പില വീണ്ടും ഗൈസ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കരിവേപ്പില പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അല്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ബൃന്ദാൻ്റെ വരെ പറഞ്ഞ് കരിവേപ്പില അങ്ങനെ പെട്ടെന്ന് പിടിക്കൂല. അങ്ങനെ ഇതാണ് നമ്മൾ പ്ലാൻ മാർക്കറ്റ്. ഇനി നമ്മൾ കാർ പാർക്ക് ചെയ്തത് അവിടെയാണ്. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് പ്രജോന് കാറ് സർവീസ് ചെയ്യാൻ കൊടുക്കാനൊക്കെ ഉണ്ട്. നമ്മൾ പോകാൻ പോവാണ് ഗൈസ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചത് ഇപ്പോൾ വീട്ടിലേക്ക് എത്താൻ പോവാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന ബീഫിനെ കൊണ്ട് നമ്മളൊരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി റൈസും ബീഫും ഒക്കെ ഇൻ പ്രോഗ്രസ് ആണ്. ബീഫ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്റ്റേജസ് ബിരിയാണീൻ്റെ റൈസും ഇങ്ങനെ. ബീഫ് വേവിച്ച വെള്ളത്തിലാണ് റൈസ് ഉണ്ടാക്കുന്നത്. സമയം 11:45. പെട്ടെന്നായി ഇന്ന് ബിരിയാണിയെല്ലാം. ബിരിയാണി ഇങ്ങനെ ദമ്മിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടെ നേരം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് എടുക്കാം, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗൈസ്, നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ബീഫ് ബിരിയാണിയും പ്രജോ ഉണ്ടാക്കിയ സാലഡും വെള്ളവും. ഹാപ്പി സൺഡേ ലഞ്ച്. ഇതാണ് ഞങ്ങളുടെ പേറ്റ് ബണ്ണി, പേര് ഷിസു. ഇവളെ കുറച്ച് നേരം പെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങി. എണീറ്റപ്പം ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, രാത്രി ഒന്നും ആയിട്ടില്ല ഗൈസ്. സമയം 6:15 എത്ര. നല്ല ക്ലൗഡി ആയതുകൊണ്ട് ഭയങ്കര നേരത്തെ ഇവിടെ ഇരുട്ടായി. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വീടിൻ്റെ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിലാണ്. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ലോണ്ടറിയിലേക്ക് എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിനാണ് വന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ അലക്കൊന്നും ഇല്ലയെന്ന് വിചാരിക്കരുത്. നമ്മളെ കയ്യിലുള്ള വലിയ ബ്ലാങ്കറ്റ്സ് അലക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അത് നമ്മളെ മെഷീനിലൊന്നും കൊള്ളൂല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ലോണ്ടറിയാണത്. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മളിവിടെ അടുത്തുള്ളൊരു ജിം ഷോപ്പിൽ വന്നതാണ് ഷൂസൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഷൂസും പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ചെരുപ്പുകളൊക്കെ. അപ്പം ലോണ്ടറിക്ക് കൊടുത്തിട്ട് വെറുതെ ഇരിക്കണ്ടല്ലോ. പിന്നെ ഇവിടെ വന്നു. അപ്പോൾ വന്നെങ്കിൽ പ്രജ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും.
ബാഗ്സ് ഉണ്ട് ഇവിടെ, ഓൾ കൈൻഡ്സ് ഓഫ് ഷൂസ്, കോൺവേഴ്സ് എല്ലാം. വലിയ ഷോപ്പാണ്. നമ്മൾ ഷൂ ഷോപ്പിൽ നിന്ന് നേരെ വന്നത് റോഡ് ഇവിടെ കണ്ടിട്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ കഴിക്കാനില്ല. ഇവിടുന്ന് നമ്മളൊരു ഡ്രിങ്ക്സ് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേർക്കും. അപ്പം നമ്മളിവിടെ പണ്ട് വരാറുണ്ടായിരുന്നു ക്വൈറ്റ് ഓഫൻ. ഇപ്പോൾ വരാറില്ല അങ്ങനെ, ലോണ്ടറിക്ക് വരുമ്പോൾ മാത്രം വരും. സമയം 6:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഡ്രിങ്ക്സ് വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സുപ്രീം ഓറഞ്ച് ആൻഡ് ബ്രിജോസ് സുപ്രീം ഗ്രേപ്പാണ്. ഇപ്പോൾ വരും ഗൈസ്. അങ്ങനെ നമ്മുടെ ബ്ലാങ്കറ്റ് ഈ 5th and 6th കിടന്നിട്ട് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് ഡ്രൈയും ചെയ്യണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30 minutes ആയി. ഇനി 30 more minutes ഫോർ ഡ്രൈ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസ് എടുത്തിട്ട് വീട്ടിൽ പോകും ബിരിയാണി കഴിക്കാൻ.